ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ട് വെള്ളം ഒട്ടും ഒഴിക്കാത്ത രീതിയിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ. അപ്പോൾ അതൊന്ന് ചൂടായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്ക് ചേന ഇട്ട് കൊടുക്കാം. 350 ഗ്രാം ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ 350 ഗ്രാം കുമ്പളങ്ങ അരിഞ്ഞത്. വെള്ളരിക്ക ഉണ്ടെങ്കിൽ വെള്ളരിക്ക എടുത്താൽ മതി, അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ എനിക്ക് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ കുമ്പളങ്ങ എടുത്തത്. ചെറിയൊരു പടവലങ്ങ 200 ഗ്രാം ഒക്കെ കാണും. ഒരു ക്യാരറ്റ് 100 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ക്യാരറ്റ്, ഒരു മീഡിയം വലിപ്പമുള്ള ഒരു ക്യാരറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ അരിയുമ്പോൾ എല്ലാം ഒരുപോലെ അരിയണം, കനം കുറച്ച് നീളത്തിലരിയണം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു വാഴയ്ക്ക, മുന്തങ്ങയുടെയൊക്കെ കൂട്ടിരിക്കുന്നൊരു കായുണ്ടല്ലോ, അതിൻ്റെ ചെറുതൊരെണ്ണം എടുത്തേക്കുന്നത്. പിന്നെ അച്ചിങ്ങപ്പയർ 100 ഗ്രാം, അതുപോലെ അമരയ്ക്ക 50 ഗ്രാം, അതുപോലെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. മുരിങ്ങ കുറച്ച് കഴിഞ്ഞിട്ടിടാം. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, 1.5 ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കാം. ഒന്ന് ആവി കയറിയിട്ടുണ്ട്, ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ കുറച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല. ഈ പച്ചക്കറിയിൽ നിന്നൊക്കെ ഇറങ്ങിയ വെള്ളത്തിൽ ഇത് വേവും. അപ്പോൾ ഇതിലെടുത്തേക്കുന്ന ഈ പച്ചക്കറിയൊക്കെ ഈ ഒരളവിൽ തന്നെ എടുക്കണം. നമ്മൾ സാധാരണ ഇത്രയും പച്ചക്കറിയാണ് അവിയലിനെടുക്കാറ്. ഈ സമയത്ത് ഇതിലോട്ട് മുരിങ്ങയ്ക്കയും കൂടി ഇടാം. മുരിങ്ങയ്ക്ക ഒരു പകുതി വരെ ഒന്ന് കീറിയിട്ടുണ്ട്, രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൂ. തിരിച്ച് ഇതുപോലെ കൂട്ടി വെക്കണം. എന്നിട്ടൊരു വാഴയിലയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ലോ ഫ്ലെയിമിനെക്കാട്ടിൽ ശകലം കൂടെ ഒന്ന് കൂട്ടി വെക്കാം, ഒരുപാട് കൂട്ടി വെക്കരുത്. കഷ്ണമൊക്കെ ഒന്ന് വേവട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ തേങ്ങയൊന്ന് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിൽ 6 ചെറിയ ഉള്ളി. അതുപോലെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി. അതായത് ചെറിയ ജീരകം ചൂടാക്കാതെ അങ്ങനെ പച്ചയ്ക്ക് തന്നെ പൊടിച്ചത്. ഇത് മിക്സിയിൽ ചതയ്ക്കുമ്പോൾ ജീരകം മുഴുവനായിട്ട് ഇടുവാണെങ്കിൽ ഒട്ടും ചതയത്തില്ല. അപ്പോൾ അത് കാരണമാണ് ഒന്ന് പൊടിച്ചത്. ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇടുവാണെങ്കിൽ നല്ലതാണ്. അതെല്ലാം ജീരകമാണ് നിങ്ങൾ ചേർക്കുന്നെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കുക. അത് പൾസ് മോഡിലിട്ടൊന്ന് ക്രഷ് ചെയ്യുകയേ ആകാവൂ, അരഞ്ഞു പോവുകയോ ചെയ്യരുത്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇട്ട് ഒഴിക്കാതെ ഒന്ന് ചതയ്ക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ വേവാത്ത ചേനയാണെങ്കിൽ ആദ്യമേ ചേന ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പകുതി കൂടുതലെങ്കിലും വേവിച്ച് കഴിഞ്ഞിട്ട് ബാക്കി കഷ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ചേനയും ബാക്കിയുള്ള കഷ്ണമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് അത്യാവശ്യം പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ഒഴിക്കുന്നുണ്ട്. തൈരിൻ്റെ പുളി അനുസരിച്ച് വേണമെങ്കിൽ ശകലം കൂടെ ചേർക്കാം. തിക്കായിട്ടുള്ള തൈരായിരിക്കണം എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ അവിയൽ വെള്ളമായി പോകും. അപ്പോൾ തൈരിന് പകരം പുളിയുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതൊരു 2-3 പീസ് ഈ കഷ്ണമൊക്കെ പകുതി വേവാകുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. തൈരും മാങ്ങയും അല്ലാതെ പിഴുപുളി ചേർത്തും വെക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കുക. കുറച്ചും കൂടി ഉപ്പിടാം. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ ഈ അവിയലിന് പുളി ഇങ്ങനെ ഒട്ടും എടുത്തറിയുകയും ചെയ്യരുത്. ആ രീതിയിൽ വേണം മാങ്ങയാണെങ്കിലും പുളിയാണെങ്കിലും അതുപോലെ തൈരാണെങ്കിലും ചേർക്കാൻ. തൈര് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഒന്ന് ആവി വരട്ടെ, അതുവരെ ഒന്ന് അടച്ചു വെക്കാം. 2-3 മിനിറ്റ് നേരം. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇടാം. രണ്ടായിട്ടൊന്ന് പിച്ചി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കാം.
നല്ല ആട്ടം ഇളക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നല്ല ആട്ടം ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതായിട്ട് കൂട്ടി അടച്ചു വെക്കണം. കഴിക്കുന്നതിനൊക്കെ കുറച്ച് നേരം മുമ്പേ ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ ചോറ് വിളമ്പുന്ന നേരത്തെ എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ആ സമയത്തായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അവിയൽ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.